അപ്പോൾ നമ്മുടെ സ്വന്തം കീർത്തിക്കുട്ടിയുടെ അരങ്ങേറ്റത്തിനുള്ള ഒരു കുട്ടി ഗെറ്റ് റെഡി വിത്ത് മീ കാണാം. അപ്പോൾ അതിനൊരുങ്ങാൻ വേണ്ടി ക്യാമറയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നോക്കുമ്പോഴേ ഒരു ക്യൂട്ട് പട്ടിക്കുട്ടി പോകണം. എന്നാൽ പിന്നെ അവൻ്റെ ഒരു ഷോട്ട് വെച്ച് തുടങ്ങാമെന്ന് കരുതി. എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ ഞാനൊരു ആഗ്രഹത്തിന് എടുക്കുന്ന കേട്ടോ. ഇതൊന്നും ആരും ഫോളോ ചെയ്യണമെന്നില്ല. അങ്ങനെ ഞാനെപ്പോഴും ഒരുങ്ങുമ്പോൾ കുറച്ചൊരു ഓവറായിട്ടാണ് ഒരുങ്ങാറ് കേട്ടോ. പക്ഷേ ഞാനതിൽ ഭയങ്കര കംഫർട്ടബിളും സാറ്റിസ്ഫൈഡും ആണ്. എനിക്കിഷ്ടമാണ് കേട്ടോ. ഒരുങ്ങി എടുത്തപ്പോൾ ഒരു കോഫിയൊക്കെ കുടിച്ച് വീണ്ടും ഒരുങ്ങാൻ തുടങ്ങി. അപ്പം ദിവസം ഉറങ്ങുകയാണ് ഈ സമയത്ത്. ഇനി അവളെ എണീപ്പിച്ചിട്ട് വേണം ബാക്കി അവളെ ഒരുക്കിയിട്ട് നമുക്ക് അരങ്ങേറ്റം കാണാൻ. എണീറ്റ് ചിറ്റേര അരങ്ങേറ്റത്തിന് പോകണ്ടേ? നമ്മൾ ലേറ്റ് ആവുന്നു കേട്ടോ. ദേവക്കുട്ടാ വാ, വാടോ, വാ. അമ്മ റെഡി ആയി പൊക്കോട്ടെ. അമ്മയും അമ്മയും കൂടെ പൊക്കോട്ടെ. ദേവ ചിറ്റേരുടെ കൂടെ നിന്നോളോ? ബേബി ഇല്ല എന്നൊക്കെ ഉറങ്ങിക്കോ, ഞാൻ പൊക്കോളാം കേട്ടോ. കിടന്നാലും എണീറ്റ പിന്നെ പെട്ടെന്ന് റെഡിയാകും കേട്ടോ. ഇതേ നമ്മുടെ ക്യൂട്ട് കുട്ടി റെഡി. അങ്ങനെ നമ്മൾ അരങ്ങേറ്റം നടക്കുന്നത് തിരുനക്കര അമ്പലത്തിൻ്റെ ഓഡിറ്റോറിയത്തിലാണ്. അങ്ങോട്ട് എത്തുമ്പോൾ തന്നെ കുറേ ഒരുങ്ങി നമ്മുടെ മോഹിനിയാട്ടികളെല്ലാം ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. അതെ, ഇതാണ് നമ്മുടെ ഫ്ലെക്സ് കണ്ടോ. അതാണ് നമ്മുടെ കീർത്തി CP, നമ്മുടെ സ്വന്തം കീക്കി. അപ്പോൾ അങ്ങനെ കേക്കിയുടെ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹം, ഒരു ഡ്രീം കം ട്രൂ മൊമെൻ്റാണ് ആക്ച്വലി അവളെ സംബന്ധിച്ച്. നമുക്കൊക്കെ ഒരുപാട് സന്തോഷം അവളത് അച്ചീവ് ചെയ്തല്ലോ. സ്വന്തം ജോലി നേടി, എന്നിട്ട് അവൾ സ്വന്തമായിട്ട് ഡാൻസ് പഠിച്ച് അവളുടെ അരങ്ങേറ്റം എന്ന് പറയുമ്പം ഒരുപാട് പ്രൗഡ് ഫീലാണ് അവളെപ്പറ്റി ഓർക്കുമ്പോൾ. ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു. അപ്പോൾ അവളെ നമ്മൾ കണ്ടില്ല. അങ്ങനെ തപ്പി അവളൊരുങ്ങത്തെ എന്നപ്പറ്റി അച്ഛനൊന്നും വന്നില്ലേ? ക്ലാസ്സിൻ്റെ അങ്ങോട്ട് പോയത്. എപ്പോ തുടങ്ങിയത്? രാവിലെ 7 മണി 7:30 വന്ന അവിടെ. അല്ല, നിന്റെ എപ്പോ തുടങ്ങി സ്റ്റാർട്ട് ചെയ്ത്? ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മാറി മാറി ഓരോ എന്തായാലും മേക്കപ്പൊക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. കുറേ പേര് ചേർന്നിട്ടാണ് കേട്ടോ. അത്യാവശ്യം നല്ല കോസ്റ്റുണ്ട് ഈ ഡ്രസ്സും മേക്കപ്പ് എല്ലാത്തിനും കേട്ടോ. ഒന്നിലൊന്നും കോംപ്രമൈസ് ചെയ്തിട്ടില്ല. എല്ലാം ഭയങ്കര അടിപൊളിയായിട്ട് തന്നെയാണ് ഇവരുടെ സാറും ടീമും ഒക്കെ ഫുള്ളായിട്ട് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതെ ലാസ്റ്റ് മേക്കപ്പിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലോട്ട് എടുക്കാൻ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് ഒന്ന് ടച്ചപ്പ് കൂടെ ചെയ്ത് കഴിയുമ്പോൾ അവൾ റെഡിയായി. അങ്ങനെ പിന്നെ അവൾ റെഡിയായി കഴിഞ്ഞിട്ട് ആ ലാസ്റ്റ് ഓർണമെൻറ്റ്സ് ഒക്കെ ഇട്ട് നമ്മൾ പിന്നെ നേരെ സ്റ്റേജിൻ്റെ അങ്ങോട്ട് പോകുമായിരുന്നു. അങ്ങനെ മേക്കപ്പൊക്കെ കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ സ്റ്റേജിലോട്ട് പോകട്ടെ. ഇനി ഫോട്ടോ സെക്ഷനാണേ. എന്തായാലും ഭയങ്കര സന്തോഷമുള്ളൊരു മൊമെൻ്റായിരുന്നു. അവളാണെങ്കിലും പറഞ്ഞു എല്ലാവരും നന്നായിട്ട് ഒരുങ്ങി വരണം. അപ്പോൾ ഞങ്ങളാരും ഒട്ടും കുറച്ചില്ല, നന്നായിട്ട് ഒരുങ്ങി കിട്ടിയാൽ മതി. ഇനി നമുക്ക് ഡാൻസ് സെക്ഷനിലോട്ട് പോകാൻ ഫുൾ ടീമിന് വേണ്ടി ഫോട്ടോഗ്രാഫർ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ അച്ഛൻ്റെ ഫ്രണ്ട് നമ്മുടെ കീക്കിയുടെ പിക്ചേഴ്സ് സ്പെഷ്യലായിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യും. പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത് ആദ്യം എല്ലാവർക്കും ഒരു ഇൻട്രൊഡക്ഷനും ഒരു എൻട്രിയും ഒക്കെ ഉണ്ട് സ്പെഷ്യലായിട്ട്. അങ്ങനെ നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത് അപ്പോൾ നമുക്കിനി എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് കീർത്തി CP. ഞാൻ മാങ്ങാനത്ത് നിന്ന് വരുന്നു. ചെരുവൽ പ്രസന്നൻ CPയുടെയും ബിന്ദു പ്രസന്നൻ്റെയും മകളാണ് ഞാൻ. എൻ്റെ ചേട്ടനുണ്ട് കിരൺ CP. ഞാൻ 5 വർഷമായിട്ട് ട്രിവാൻഡ്രം ഇൻഫോസിസിൽ സോഫ്റ്റ്വെയർ ക്വാളിറ്റി എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യാണ്. 3 വർഷമായിട്ട് രാജീവ് സാറിൻ്റെ സ്റ്റുഡൻ്റാണ് നാട്ടിൽപൂർണ്ണയിൽ. കുറേ നാൾക്ക് ആഗ്രഹമായിരുന്നു ഡാൻസ് പഠിക്കണം എന്നുള്ളത്. ഇപ്പോൾ ഈ സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഒരു ഡ്രീം കം ട്രൂ മൂമെൻ്റ് ആണ്. ഒരുപാട് സന്തോഷമുണ്ട്. ഈ ഒരു സന്തോഷത്തിൽ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഞങ്ങളുടെ ഈ ഒരു അരങ്ങേറ്റം കണ്ട് എല്ലാവരും അനുഗ്രഹവും സപ്പോർട്ടും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നന്ദി. ഇത് എല്ലാവരുടെയും എൻട്രി കഴിഞ്ഞിട്ട് എല്ലാവരും ഒരുമിച്ച് സ്റ്റേജിലോട്ട് വന്നു കേട്ടോ. എല്ലാവരും ഒരുപോലെ സ്റ്റേജിൽ വന്ന ഒരു പൊസിഷനായിട്ട് നിന്ന് അവർ തൊഴുതിട്ടൊക്കെ പിന്നെ നമ്മുടെ പ്രോഗ്രാം, അതായത് അവരുടെ അരങ്ങേറ്റം സ്റ്റാർട്ട് ചെയ്യാണ്. ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഓരോരുത്തരും കളിച്ചത് ഭയങ്കര എന്താ പറയുക, അവരുടെ സാറിനൊരു ഹാറ്റ്സ് ഓഫ് ഇത്രയും കാര്യങ്ങൾ അറേഞ്ച് ചെയ്തതിനും പിന്നെ ഈ പിള്ളേർ അവരുടെ പേരൻസ് എല്ലാവർക്കും. അപ്പം നമുക്കിനി ഡാൻസൊക്കെ കണ്ടിട്ട്
അതിനിടയ്ക്ക് മാമിയും മോളും കൂടെ തകൃതിയായിട്ട് എന്തോ ഗെയിമിലാണല്ലോ. ഇതാണ് നമ്മുടെ ആമിക്കുട്ടി. ശംഭോ മഹാദേവ. ഈ വേദിയിൽ നാട്യപൂർണ്ണയുടെ ഭാഗമായി ഇവിടെ നിൽക്കുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഇന്നൊരു വിശിഷ്ടാതിഥിയായി ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ വർഷങ്ങൾക്ക് മുമ്പിലേക്കൊന്ന് ചെറുതായി ഒന്ന് കണ്ണോടിക്കേണ്ടതായി വരും. കാരണം 2001 തൃപ്പൂണിത്തുറ RLV കോളേജിൽ നിന്ന് ഞാനും ജമിനീഷും ചന്ദ്രുവും ഒക്കെ മത്സരിക്കാൻ വരുമ്പോൾ ഞങ്ങളുടെ RLV കോളേജ് MC യൂണിവേഴ്സിറ്റിയിൽ ആദ്യമായി മത്സരിക്കുകയായിരുന്നു. അന്ന് കലാപ്രതിഭയായി തിരഞ്ഞെടുക്കപ്പെട്ട സന്തോഷത്താൽ മഹാദേവന്റെ മുമ്പിൽ വന്ന് പ്രാർത്ഥിക്കുകയും എന്തെങ്കിലും ഒരു അവസരമുണ്ടായാൽ തീർച്ചയായിട്ടും ഇവിടെ നൃത്തം ചെയ്യണമെന്ന് ആഗ്രഹിച്ച് പോവുകയും അതിനുശേഷം ഇവിടെ വന്ന് സമർപ്പിത നൃത്തം അവതരിപ്പിച്ച ഒരു കാലം 2001-2002 വർഷം ഓർക്കുകയാണ്. അപ്പം നമ്മുടെ ഇനോഗ്രേഷൻ സെക്ഷനാണ് ഇപ്പോൾ കണ്ടത്. രാമകൃഷ്ണ സാറായിരുന്നു. അപ്പോൾ അരങ്ങേറ്റം അങ്ങനെ അതിൻ്റെ ഒരു പരിസമാപ്തിയിലോട്ടെത്തി. എല്ലാവരും സ്റ്റേജിൽ വന്ന് വീണ്ടും തൊഴുത് നമ്മളത് അവസാനിപ്പിക്കുകയാണ്. എന്തായാലും മഹാദേവൻ്റെ നടയിൽ വളരെ അനുഗ്രഹപൂർണ്ണമായിട്ട് തന്നെ ക്ലൈമറ്റും എല്ലാം അനുകൂലമായിരുന്നു. കീർത്തിക്ക് അവളുടെ ആഗ്രഹം സബലീകരിക്കാൻ സാധിച്ചു. വളരെ മനോഹരമായിട്ട് കീർത്തിയുടെ ഡാൻസ് എസ്പെഷ്യലി പറയണ്ട, എനിക്ക് എപ്പോഴും ഇഷ്ടമാണ്. വെസ്റ്റേൺ ആണെങ്കിലും ക്ലാസിക്കൽ എന്തവൾ കളിച്ചാലും ഞാൻ അവളുടെ ഒരു ആരാധികയാണ്. അപ്പോൾ ഈ ഒരു സ്റ്റേജും അവളെ ഏറ്റവും മനോഹരമാക്കി. അപ്പോൾ അതിന് ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു കുഞ്ഞു ഉപഹാരം.